പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം,
പലർക്കും പല വചനമായിരിക്കും ക്രിസ്മസ്. എൻ്റെ മനസ്സെപ്പോഴും പറയണത് ഈ ലൂക്ക 2:30-31 വചനങ്ങളാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിനെ വന്നപ്പോൾ വെഹ്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി അങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചില പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവിടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതച്ച് ക്രിസ്മസിനെ ഉണ്ണിച്ചുപ്പിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർട്ടുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല, ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാണ്. കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത് ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട് ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാംസ്കാരിക ഇൻവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ
ജാതിവൽക്കരണം വരുമല്ലോ എൻ്റെ അകത്ത്. അപ്പോൾ ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ല. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചിലരെ തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ തമ്മിലുള്ള അടിവേരികൾ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 10-90 നടന്നിട്ടുണ്ട് ഇവിടെ, ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ്. അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ആ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാനൊരു കാര്യമില്ല. അതുകൊണ്ട് അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണം ഇതാണ്. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സുധിയാരിയുടെ എൻ്റെ പേര് ആൻഡ്രൂ ജോളി. ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ആൾക്കാരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവിൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തു തന്ന്. എനിക്ക് അബുദാബിയിൽ അട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോകാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളായി ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറി ഉള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്. പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്ന് മാതാവായിട്ട് വന്ന കോളാണെന്നെനിക്ക് തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ചെന്ന്. അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലൊരു നല്ലൊരു ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ
അത് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന്, ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും, പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തൈലം കാലുമ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിൽ നിന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6-7 ലക്ഷത്തിൽ കൂടുതൽ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി, പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തായിരുന്നു. പക്ഷേ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി, ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല, പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ് ബൈക്ക്, അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിരുന്ന് വായിക്കുന്ന ടൈമിൽ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരുടെ അവിടെ ചെല്ലും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, മുടി വെട്ടും, അങ്ങനെ അവരെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണ്, അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു 0.5% മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയും. 65-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ആൻഡോ ജോളി എന്ന മകൻ്റെ സാക്ഷ്യം വളരെ ആകർഷണീയമാണ്. കാരണം ആൻഡോ ജോളിയുടെ ഉടമ്പടി നിയോഗം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരും ഉടമ്പടിയിൽ നിയോഗങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആൻഡോയുടെ നിയോഗത്തിൽ ഉണ്ടായിരുന്നത് എനിക്ക് ജോലിയോടൊപ്പം ഉടമ്പടിയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ജോലിസ്ഥലമായിരിക്കണം, സാധ്യതയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി ആ നിയോഗത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. പരിശുദ്ധ അമ്മ ആ ജോലി ഈശോയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ ഈ മകനെ 2 മാസം ജോലി ചെയ്ത് 1 മാസം റിട്ടയർ, 1 മാസം വിശ്രമിക്കാനുള്ള ഒരു വലിയ സാധ്യതയും സഹായവുമാണ് പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ വെച്ച നിയോഗത്തിൽ ഈ മകന് കൊടുത്ത ജോലിയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ മകനുണ്ടാകുന്ന സുഗന്ധാഭിഷേകം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സ്വപ്ന ദർശനങ്ങളും എല്ലാം ഈ മകനെ വളരെ ഇൻസെൻറ്റീവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാഷ്വലായി തോന്നാവുന്ന ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മകന് വളരെ വലിയ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഒരു സാക്ഷ്യം കൂടിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഒരുപാട് യുവാക്കളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, ഞാനെപ്പോഴും എന്തെല്ലാം എനിക്ക് ചെറിയ ചെറിയ വേദനകൾ, ലിഗമെൻ്റ് പെയിനൊക്കെ ഉണ്ടായപ്പോഴും അതെൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പരിശുദ്ധ അമ്മ നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് തൈലം പൂശിക്കൊണ്ട് തന്നെ ആ രോഗത്തിൽ നിന്നുള്ളൊരു വലിയ ഹീലിംഗ് മകന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് വളരെ ഇൻറ്റിമസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എന്ത് തന്നെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കതെല്ലാം തരും, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം
ഞാൻ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് ഈശോ നമ്മോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഉടമ്പടി. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാം എന്തെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നു അതിലിരട്ടിയായി ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാന പ്രാർത്ഥന പ്രക്രിയയാണിത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടുക്കും ചിട്ടയും അച്ചടക്കവും എല്ലാം നമുക്ക് കാലക്രമേണ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയെ നമുക്ക് ആശ്ലേഷിക്കാം. ആൻഡോയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അനുഭവം അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈശോയെ എപ്പോഴും കൃത്യമായി സ്വീകരിക്കുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും വചനം വായിക്കുവാനും എപ്പോഴും വളരെ ആകസ്മികമായി നോക്കിക്കാണാതെ എല്ലാം ഈശോ എനിക്ക് നൽകുന്നതാണെന്നുള്ളൊരു വലിയ നിശ്ചയദാർഢ്യത്തോടെ കൂടി മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയും മകന് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജോലികളും നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും യുവാക്കളായിട്ടുള്ള എല്ലാ മക്കളെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെല്ലാം നമുക്ക് നിയോഗത്തോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി ആൻറ്റോ ജോൾ കൃപാസന മാതാവെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈല ടോജു, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ടോജു ജയനെല്ലിശ്ശേരി, മകൻ സ്നേജോ ടോജു. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള മുണ്ടൂർ ഇടഭാഗമാണ് ഞാൻ. 2019 ആലപ്പുഴയിൽ വന്നപ്പോൾ എനിക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി. ആ കൃപാസന പത്രം ഞാൻ 2023 വരെ വളരെയധികം സൂക്ഷിച്ചു വെച്ചു. 2023 മകനെ പ്ലേസ്മെൻറ്റിലൂടെ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മകൻ പറഞ്ഞിട്ട് ഞാനും മകനും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ആദ്യം ഉടമ്പടി എടുത്തത് മകനായിരുന്നു. അതിനുശേഷം ഞാനും ഉടമ്പടി എടുത്തു. 2023 ഉടമ്പടി എടുത്തെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയുണ്ടായി. എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട കാശുരൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ ഞാൻ പുതിയ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഈ ഉടമ്പടി പത്രത്തിൽ 2 മാതാവിൻ്റെ ചട്ടയോട് കൂടിയുള്ള ഒരു ബുക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതോടുകൂടി എനിക്ക് ആ വിഷമം മാറിക്കിട്ടി. 2023 തന്നെ മകനെ പ്ലേസ്മെൻറ്റിൽ കൂടെ ഫെഡറൽ ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവന് ജോലി ലഭിക്കുകയുണ്ടായി. അത് അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇനി കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഇനി കിട്ടിയത് 12 വർഷമായി എൻ്റെ അമ്മയ്ക്ക് വിൽപത്രം എഴുതാൻ ആഗ്രഹിച്ചിട്ട്, പക്ഷേ പലവിധ കാരണത്താലും അമ്മയ്ക്ക് അത് എഴുതാൻ സാധിച്ചിരുന്നില്ല. കുറേയധികം പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ കുടുംബമടക്കം പ്രാർത്ഥിച്ചിരുന്നു. വളരെ ഇഷ്യൂ ഉണ്ടാവുന്ന കാര്യമാണ് ഭാവിയിലത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഇത് വളരെ അധികം പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇടപെട്ട ഒരു പ്രശ്നമായി മാറി. അതിൻ്റെ സൊല്യൂഷൻ മാതാവ് തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് മാതാവിനോട് പറയും, എങ്ങനെയെങ്കിലും അമ്മ ഒറ്റയ്ക്കാണുള്ളത്, അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഈ വിൽപത്രം എഴുതാനുള്ള ധൈര്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ തന്നെ ഓഗസ്റ്റ് 23, 2024 വിൽപത്രം എഴുതി. അമ്മയ്ക്ക് ധൈര്യം കിട്ടിയതിനെ ഓർത്തുകൊണ്ട് ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 12 ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമായിരുന്നു. ജൂൺ 11 ജോലി കഴിഞ്ഞിട്ട് ആൾ സ്കൂട്ടറുമ്പോൾ വരികയായിരുന്നു. രാത്രി 7:30 സമയമാണ്. അയ്യന്തോൾ പുഴക്കൽ പാടം പൊതുവെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കും പുറമെയുള്ളവർക്കും അറിയാവുന്നതാണ്. റോഡിൽ കുറേ റോഡപകടങ്ങളുള്ള സ്ഥലം, അതുപോലെ വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലം, എപ്പോഴും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. ആ സമയത്ത് ആൾ സ്കൂട്ടറുമ്പോൾ വരുമ്പോൾ ആളുടെ സ്കൂട്ടറിൻ്റെ ബാക്കിലുള്ള വീല് തെറിച്ച് വീഴുകയും അപ്പോൾ തന്നെ ആൾ റോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയും ഉണ്ടായി. ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്ന് ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് നിർത്തി. പക്ഷേ യാതൊരു പോറൽ പോലും ആൾക്ക് സംഭവിച്ചില്ല. നമുക്കറിയാം, ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ മറിഞ്ഞു വീണാലുള്ള അവസ്ഥ എന്താണെന്നറിയാം. യാതൊരു അപകടമില്ലാതെ ആളേനെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. വലിയൊരു സംരക്ഷണമായിരുന്നു ഈശോ അപ്പച്ചനിൽ നിന്നും അമ്മ മാതാവിൽ നിന്നും ലഭിച്ചത്. ഈ സംരക്ഷണം ലഭിക്കാനുള്ള പ്രധാന കാരണം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ്
ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും നാവിൽ കുരിശ് വരയ്ക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ 3 പേരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ സഹോദരനായിട്ട് 5 വർഷമായി പിണക്കത്തിലായിരുന്നു. ഞാനും എനിക്കെൻ്റെ ഒരു ചേച്ചിയും ഒരു അനിയനാണുള്ളത്. ഞങ്ങളെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു പോകാറാണ് പതിവ്. എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ. അവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഈശോപ്പച്ചനോടും അമ്മ മാതാവിനോടും പറഞ്ഞു, ഈശോപ്പച്ച, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ അനിയനായിട്ടുള്ള പിണക്കം മാറണം. സഹോദരനോടുള്ള അരിയമ്പതിയാണ് ഏറ്റവും വലുത് എന്ന് എനിക്കറിയാം. ഞങ്ങൾ പല പ്രാവശ്യവും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് അവൻ വന്ന സമയത്ത് കാണാൻ പോകാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അവനെ കാണാൻ പോയി. ആ പോകുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ ബലിയിലെ ഇത് പൂർണ്ണമായി സമർപ്പിച്ചു. അന്ന് കുമ്പസാരിച്ചു, അച്ഛനോട് കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മാതാവിനോടും പറഞ്ഞു, മാതാവേ, അവൻ ഇനി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച സമയമുള്ളൂ, അവൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മ മാതാവ് തന്നെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അമ്മയോടൊന്നും പറയാതെ തന്നെ വീട്ടിലേക്ക് ചെന്നു. അത്ഭുതം എന്ന രീതിയിൽ ഞാനും ചേച്ചിയും ഹാളിൽ വന്നിരുന്നു. ഞങ്ങളെ കാണുമ്പോൾ നോക്കാതെ പോയിരുന്ന എൻ്റെ സഹോദരൻ ഞങ്ങളുടെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ എന്നെ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത്, നമ്മൾ 3 പേരും വിശ്വാസികൾ, ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. 3 പേരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. 3 പേരും കൃപാസനത്തിൽ വന്നവരാണ്. നമ്മൾ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ കൂടെയും വീഡിയോ കോളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അവൻ വളരെയധികം ഫ്രീ ആയി. അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കം എൻ്റെ അമ്മമാതാവ് തന്നെ മാറ്റി തന്നു. അതിൽ ഈശോപ്പച്ചനും അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലാണ് ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുള്ളത്. ഇതു മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് എഴുതി, അതിൽ വിശ്വാസപ്രമാണം, അതുപോലെ സ്വർഗസ്വനായ നന്മ നിറഞ്ഞ മറിയം ഒക്കെ എഴുതിയിട്ട് ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനമായാലും അക്രൈസ്തവരെ നല്ല പോലെ വരുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഈ കൃപാസന പത്രത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയിരിക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് മകൻ്റെ പ്ലേസ്മെൻറ്റ് മുഖാന്തരം അവൻ 22.5 വയസ്സിലാണ് ജോലിക്ക് കയറിയത്. അപ്പോൾ അത് ഞാൻ അവരോടൊക്കെ പറയും. ഒപ്പം തന്നെ ഇവൻ സാക്ഷ്യം പറഞ്ഞ വീഡിയോ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അതിലവർക്ക് വിശ്വാസമായി. അതിനുശേഷം ഞാൻ പറയും, ഇനി അടുത്ത അനുഗ്രഹം നിങ്ങളോട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഈ വിൽപ്പത്രത്തിൻ്റെ കാര്യവും അതുപോലെ സഹോദരൻ പിണങ്ങിയ കാര്യമൊക്കെ കുറേ ആളുകൾക്കറിയാം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോരാറുള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഞാൻ കാശുരൂപവും അതുപോലെ പത്രം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടി തേനും ഉപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന വ്യക്തികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. ആരെയും നിരാശപ്പെടുത്താറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും വലിയ തുകയാണെങ്കിൽ, ചിലപ്പോൾ കിഡ്നിയുടെ കംപ്ലൈൻ്റ് ഉള്ള വ്യക്തികളാവാം, അങ്ങനെ കേട്ട് യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളാവാം, ഹാർട്ട് പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ വീൽ ചെയർ ആവശ്യമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും
ഒപ്പം തന്നെ എൻ്റെ മകനോടും പറഞ്ഞിട്ട് കുറച്ചുകൂടി അധികമായിട്ടുള്ള തുക അവരെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അതുപോലെ തന്നെ അരമണിക്കൂറിലധികം കാലത്തും വൈകിട്ടും ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ നന്നായി കേൾക്കും, സാക്ഷ്യങ്ങളും കേൾക്കും, ഒപ്പം പണിയും എടുക്കും. അച്ഛൻ്റെ സാക്ഷ്യത്തിലെ അച്ഛൻ്റെ ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ എനിക്കൊരു തെറ്റുള്ളത് അത് തിരുത്തി. കാരണം ഞാൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരുന്നത് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ മകൻ വന്നപ്പോൾ മകനോടും പറഞ്ഞു, നമുക്ക് വേണ്ടത് അന്നന്ന് വേണ്ട ആഹാരമാണ് മകനെ, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ നിന്ന് മനസ്സിലായി, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്, അതിനാണ് ഏറ്റവും വെയിറ്റേജ് എന്ന് അച്ഛൻ പറഞ്ഞതോടെ എനിക്കത് പൂർണ്ണമായും മനസ്സിലായി. പിന്നെ സമ്പൂർണ്ണ ജപമാല ഞാൻ ചെല്ലും. ചിലപ്പോഴൊക്കെ മിക്കവാറും ഞാൻ നിയോഗം വെച്ചിട്ട് ആണ് സമ്പൂർണ്ണ ജപമാല ചെല്ലാറുള്ളത്. അതുപോലെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയിട്ടുള്ള അറിവ് ലഭിച്ചത് നമുക്കിനി വേണ്ടത് നിത്യജീവനാണെന്ന് ഞാനിപ്പോഴും ഹസ്ബൻഡിനോടും മകനോടും പറയാറുണ്ട്. ഇവിടുത്തെ സന്തോഷത്തേക്കാളും ഉപരി നമുക്ക് നമ്മുടെ അവിടെ സ്വർഗത്തിലെത്തുന്നതായിരിക്കും, അത് നിത്യജീവനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ആത്മീയ ജീവിതം. ഇത്രയും അനുഗ്രഹം തന്നിട്ടുള്ള, പിന്നെ എനിക്ക് സ്പർശിച്ചിട്ടുള്ള ബൈബിൾ വചനം എന്ന് പറഞ്ഞാൽ 1 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5, 16, 17, 18 വാക്യങ്ങൾ. സദാ സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും കുറിച്ച് നന്ദി പറയുക എന്നതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഒപ്പം ഞാൻ വേറൊരു പ്രാർത്ഥനയും ഉണ്ട്, മിക്ക 7:7. അതിൽ പറയുന്നത് നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ 2 കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പ്രത്യേകിച്ച് മകനോട് ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹല്ലേലൂയ ആവേ മരിയ പറയണം. ഹല്ലേലൂയ ഈശോയ്ക്കും ആവേ മരിയ അമ്മ മാതാവിനും. ഒപ്പം ഞാൻ എൻ്റെ ഔസേപിതാവിനും വിളിക്കാറുണ്ട്, കാരണം എൻ്റെ മകൻ്റെ നാമധേയം ഔസേപിതാവാണ്. അവസാനം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പം എപ്പോഴെങ്കിലും അത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഹല്ലേലൂയ ആവേ മരിയ പറയുമ്പോൾ ഒപ്പം തന്നെ അവനും അത് തിരിച്ച് പറയണം. പറഞ്ഞില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വിളിക്കും. അപ്പോൾ അവനത് അറിയാം, ഹല്ലേലൂയ ആവേ മരിയ പറയാം. ഒരിക്കൽ കൂടി ഞാൻ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും എൻ്റെ ഔസേപിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനമാണ് നാം കേട്ടത്. ദൈവം നമ്മുടെ രക്ഷകനും കാത്തുപരിപാലിക്കുന്നവനുമാണ്. അതിനാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി നമുക്ക് ഒരു വലിയ ധൈര്യമാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഷൈല ടോജോ എന്ന മകളും കുടുംബവും നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്തത്, സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഉടമ്പടി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മകനാണ് ഉടമ്പടി എടുത്തത്. അവൻ പ്രാർത്ഥിച്ചു, അവൻ സാക്ഷ്യം പറഞ്ഞു. പിന്നീട് അച്ഛനും അമ്മയും കൂടി ഒന്നിച്ചെടുത്ത്. അവർക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത് 12 വർഷമായിട്ട് കിടന്നിരുന്ന വിൽപത്രമായിരുന്നു ഭാഗോടമ്പടി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉടമ്പടി എടുത്ത ഉടനെ ഇവർക്ക് ആ കാര്യം സാധിച്ചു കൊടുത്തു. പിന്നീട് നമ്മളോട് ഷെയർ ചെയ്തത് മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണത്തെ പറ്റിയാണ്. സ്കൂട്ടറിൻ്റെ വീല് തെറിച്ചു പോകുമ്പോഴും ഈ മകനെ താങ്ങി നിർത്തി സംരക്ഷിച്ചത് ഈശോയും അമ്മയും കൂടിയാണ്. ആ മകൾ പറഞ്ഞത് ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ മക്കൾ എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉടമ്പടി മക്കളുടെ കൂടെയായിരിക്കും.
ഈശോ അവരെ കൈപിടിച്ച് നടത്തുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിത സാക്ഷ്യം. പിന്നീട് ഒരു വലിയൊരു കാര്യമാണ് സഹോദരനുമായി രമ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത്. 5 വർഷം നീണ്ടുനിന്ന പിണക്കമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾക്ക് ഒന്നിച്ചു ചേരുവാൻ സാധിച്ചത്. കുമ്പസാരിച്ച് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ 2 മക്കളും സഹോദരിമാരും അനിയനെ കാണാൻ പോയി. ഈ മക്കളെല്ലാവരും അമ്മയെ അടുത്തറിഞ്ഞവരാണ്, കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവർ 2 പേര് പോയപ്പോഴും അനിയൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമായിരുന്നു. പോസിറ്റീവായിട്ട് ആങ്ങളെയും ഒരു കാത്തിരുന്ന ഒരു സഹോദരനെ പോലെയാണ് അവൻ ഈ സഹോദരിമാരെ സ്വീകരിച്ചത്. കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഈശോയും അമ്മയും ഇവർക്കൊരു ശക്തി നൽകി, ബലം നൽകി ഒരാദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം നിബന്ധനകൾ ആത്മാർത്ഥമായി പാലിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് രമ്യപ്പെടാൻ ഈശോയും അമ്മയും നല്ലൊരു ചാൻസാണ്, അവസരമാണ് നൽകുന്നത്. അവർ പറഞ്ഞതുപോലെ ഒരു വാക്കാണ് ഈ മകൾ ഉപയോഗിച്ചത്, കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുത്താതെ നോക്കണമല്ലോ എന്ന്. ഈ 3 പേരും അങ്ങനെയാണ് പറഞ്ഞത്. കിട്ടേണ്ട അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുന്നതാണ് മറ്റുള്ളവരുമായിട്ട് പിണക്കത്തിലായിരിക്കുമ്പോൾ. ഈ രമ്യപ്പെടുമ്പോൾ നമ്മുടെ അനുഗ്രഹം ഡബിളായി അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ മക്കൾക്ക് നല്ല വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ മറ്റുള്ളവരോട് ഈശോയെപ്പറ്റിയും മാതാവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞത്. ജോലിക്ക് നേരത്തെ പോയി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോടും സ്നേഹത്തോടെ കൈമാറാനും ഇവർ മറന്നില്ല. ആദ്യം മറ്റെല്ലാവരും പ്രാർത്ഥിച്ച പോലെ ഭൗതികമായിട്ട് ഇവരുടെ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ജീവിതം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അമ്മ മകനെ പഠിപ്പിച്ചത് അതുപോലെയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മളീ പലരും ഭൗതികമായിട്ടുള്ള കാര്യം നേട്ടത്തിനാവാം ഒരുപക്ഷെ ഇവിടെ കടന്നു വന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വലിയൊരു മാറ്റമാണ്. ഈ മകൾ തന്നെ പറഞ്ഞു, ഞാനൊരു തെറ്റ് തിരുത്തിയെന്ന്. അത് ഈശോയും അമ്മയും ചേർന്ന് കൊടുത്ത ഒരു വലിയൊരു ചേഞ്ചാണ്. അതായത് അന്നു വേണ്ട ആഹാരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, പ്രലോഭനത്തെ ഉൾപ്പെടുത്താതെ ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് ഒരു വളർച്ച, അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി അവിടെ നിത്യജീവനിൽ ആത്മീയ ജീവിതത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോൾ ആത്മീയതയിൽ കൂടുതൽ വളരുവാനും ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുത്ത് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. ഈ മക്കൾക്കും കുടുംബത്തിനും നൽകിയ ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സവിത വർഗീസ്. ഞാനിപ്പോൾ തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ലാസ്റ്റ് ഇയർ 24 ഡിസംബർ 2024. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പുതുക്കി. നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ 2ാമത്തേതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നതിന് ശേഷം, ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പൊസിഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇയേഴ്സാണ്, 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം, എൻ്റെ ഹോളിഡേയ്സ് ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാ ഹോളിഡേയ്സും ഞാൻ ഇതിനു വേണ്ടി പഠിക്കും. സാറ്റർഡേ സൺഡേസ് പിന്നെ വെക്കേഷൻ എപ്പോൾ കിട്ടിയാലും എവിടെയും പോകാൻ പറ്റില്ല, ഫുൾ ടൈം പഠിത്തമാണ്. പക്ഷേ ആ സമയമൊക്കെ ഞാൻ വിചാരിക്കും, യേശു എനിക്കിത് സാധിക്കും, എന്നെക്കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഒരുപാട് ടഫാണ്, ഒരുപാട് റിസർച്ച് ചെയ്യണം, എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ChatGPT സെർച്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് ഇതുവഴി തരണം. കാര്യം എനിക്കിത് എത്ര സ്റ്റെപ്പാണോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഏത് സീക്വൻസിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ChatGPTയോ ഗൂഗിളോ വഴി എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഞാൻ അതിനകത്ത് എഴുതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എഴുതി അയക്കുമ്പോഴും ഞാൻ എൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും, മാതാവേ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത്രയും, പക്ഷേ ഇത് അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അത് മാതാവ് ആ രീതിയിലാക്കി മാറ്റിയെടുക്കണം. എനിക്ക് എങ്ങനെയാണ് എഴുതിയത് ഇത്രയും നാളത്തെ ആ വർക്ക് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മാതാവ് അതിൻ്റെ ഓർഡറിൽ അവർക്കായിട്ട് അത് രൂപപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ഗൈഡിന് എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ തീസിസ് എല്ലാം ChatGPT വഴി
ഇതുവഴി കോപ്പി ചെയ്ത മറ്റതൊക്കെ ചെയ്ത എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഭയങ്കര ഒരു ഭയം തോന്നി. കാര്യം ഞാനും ഉപയോഗിച്ചല്ലോ ഇതുവഴി, ഞാനും ഗൂഗിൾ സെർച്ചും ChatGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇതായെങ്കിലും പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി. കാര്യം ഞാൻ ChatGPT ഉപയോഗിച്ചാലും ഗൂഗിൾ ഉപയോഗിച്ചാലും ഞാൻ പറയുന്നത് മാതാവ് എനിക്ക് ഇതുവഴി ആൻസേഴ്സ് തരണമെന്നാണ് കാര്യം. അതുകൊണ്ട് ആ ഒരു ബലം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെത് ഒരിക്കലും റിജക്റ്റ് ആവില്ല, എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോഴും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അത് 100% മാതാവ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആക്കിയെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ പറഞ്ഞു എൻ്റെ തീസിസ് ഓക്കെ, സക്സസ്ഫുൾ ആണ്, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പിന്നെ അപ്പോൾ ഞാൻ ബാങ്കോക്കിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഗ്രാജുവേഷൻ ഡേറ്റ് December 5th, 2025 ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് December 5th ആ ഗ്രാജുവേഷൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോൾ, ഡിസംബറിൽ ഹോളിഡേയ്സ് ആണ്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താമല്ലോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ആരടുത്തും, എൻ്റെ കുടുംബത്തിലോ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമേ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് December 5th ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ അഡ്മിൻ പറഞ്ഞു അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്ടോബറിന് മുൻപ്, ഇത് ഞാൻ പറയുന്നത് സെപ്റ്റംബർ ടുവേർഡ്സ് എൻഡ് ആണ്, അപ്പോൾ ഒക്ടോബറിന് മുമ്പ് ഡിഫൻസ് എക്സാം പാസ്സായാൽ മാത്രമേ ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് പാനൽ ഒരു 6 മെമ്പേഴ്സെങ്കിലും മിനിമം കാണും. അപ്പോൾ അവർ തുരുതുരാ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടുള്ള എന്തൊക്കെയാണോ ഞാൻ റിസർച്ച് ചെയ്ത് അതെല്ലാം ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാടൊന്നും അറിയില്ല, കാരണം ഞാൻ മാത്തമാറ്റിക്സ് അല്ല, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പം അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവും. കാര്യം എനിക്ക് ഞാൻ സെർച്ച് ചെയ്തും ChatGPT വഴിയൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഒരുപാട് മനസ്സ് ഭയങ്കര സ്ട്രെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതെല്ലാം മാറ്റി വെച്ച് വചനം എഴുതാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം സെഫാനിയ 3:17 അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു, വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു, എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്, ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും, എനിക്ക് പാസ്സാവാൻ പറ്റില്ല, അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ, അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും, പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു, പക്ഷേ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം, അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനും കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് December 5th ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനും കർത്താവിനും ഞാൻ ഒരുപാട് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കോക്കിൽ ഒരു അമേരിക്കൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നാഷണാലിറ്റീസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവിടെ 12, 13, 15 വർഷം പഠിപ്പിക്കുന്ന ഫിസിക്സും മാത്തും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ പൊതുവേ അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് അങ്ങനെ പെട്ടെന്നൊരു പൊസിഷൻ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ റോസ മറിയ മിസ്റ്റിക്ക ചർച്ചുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, മാതാവ് ഞാൻ ഈ സ്കൂളിൽ തന്നെ നിൽക്കണോ, ഈ സ്കൂളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ മാതാവ് തരണം, എന്നാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിക്സും ബയോളജിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്, 50 വയസ്സോ 55 വയസ്സോ 60 വയസ്സുള്ള ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ എന്നെയാണ്
ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് സയൻസ് ആക്കി എനിക്ക് അവർ ഉയർത്തി. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ഹെഡ് ഓഫ് സയൻസ് ആവാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു ഡൗട്ടായിരുന്നു. കാര്യം ഇവരെല്ലാവരും ഇത്രയും സീനിയേഴ്സായിട്ട് ഉള്ളപ്പോൾ എന്നെ മിക്കവാറും അവർ ടെമ്പററി പോസ്റ്റ് ആയിരിക്കും, കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് മാറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, ഇതെനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു അടയാളം എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലപോലെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ക്യാൻഡിലിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കാണാൻ പറ്റി, അതുപോലെ മഴവില്ലിൽ മാതാവിൻ്റെ ആ ഒരു രൂപം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ ഈ പൊസിഷൻ പെർമനൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ സ്കൂളിൽ സെക്കൻഡ് ഇയർ ആണ്, HOD ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഞാൻ ഓരോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും സ്റ്റോറീസ് നോക്കിയാൽ എല്ലാം സാക്ഷ്യങ്ങളും ഫാദറിൻ്റെ രാവിലത്തെ മോർണിംഗ് ഡെയിലി ബ്രെഡ് ടോക്കും പിന്നെ അല്ലാതെ സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനം അതെല്ലാം ആയിരിക്കും. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാകുന്നു. പിന്നെ ഡെയിലി എനിക്ക് മാസ് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് സൺഡേ മാത്രമേ ഇംഗ്ലീഷ് മാസം ഉള്ളൂ, അതുകൊണ്ട് അതിൽ പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ മാസിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജപമാല 2 ജപമാല രാവിലെയും പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. ഒരിക്കലും മുടക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവസാന കാലം വരെയും മാതാവിനോട് ചേർന്ന് നിൽക്കണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പത്രം പല ലാംഗ്വേജിൽ, കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷിൽ വാങ്ങി അവിടെ കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലുള്ള അവർക്കെല്ലാം, അവർ കൂടുതലും ഫിലിപ്പീൻസിലുള്ളവരാണ്, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല നാട്ടിലുള്ളപ്പോൾ ഞാൻ പത്രം വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങ് ഫസ്റ്റ് ബോഗി തൊട്ട് ലാസ്റ്റ് ബോഗി വരെ ഞാൻ നടക്കും. ഈ പത്രം കൊണ്ട് ഞാൻ നടന്നിട്ട് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എല്ലാവർക്കും ഫുഡും പിന്നെ പാവപ്പെട്ടവർക്ക് പൈസ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. ഓരോരുത്തരിങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുമല്ലോ, ഇങ്ങനെ അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും അത് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇരുന്ന് അധികം ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുഡ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ കാണണേ എങ്കിൽ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് കുറേ, പക്ഷേ ബാങ്കോക്കിൽ അങ്ങനെ അധികം കാണാറില്ല. വല്ലപ്പോഴും ഒരു ദിവസം 1-2 ആളെ കാണുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയതയിൽ ഒരുപാട് വളരാൻ പറ്റിയതിനെ ഓർത്ത് അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി ആത്മീയതയിൽ കൂടുതൽ വളരാൻ പറ്റി. അതിനൊക്കെ മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഒരുപാട് നന്ദി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 3-ാം തിരുവചനം. ജ്ഞാനികൾ വിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി എന്ന് നാം ഓരോ സാക്ഷ്യങ്ങളിലും നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ സവിത ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ഓരോ നാഴികയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമെന്നാണ് ഈശോയോട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയത്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമാണ് ഈ മകൾ ഇന്ന് അൾത്താരയിൽ കയറിയെന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി 2ാമത്തെ സാക്ഷ്യമാണ് ഇന്ന് സവിത ഇവിടെ ഏറ്റുപറയുന്നത്. ഈ മകൾ PhD പഠിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ എല്ലാ പ്രോസസ്സിനെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സെഷൻസ് എല്ലാം ഈ മകൾ ആരംഭിക്കുന്നത്. വളരെയധികം പരിശ്രമത്തോടുകൂടി പരിശ്രമിച്ച് തീർക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് PhD എന്ന ഈ ഡോക്ടറേറ്റ് എന്ന ഒരു പഠന രീതി എന്ന് ഈ മകൾക്കറിയാമെങ്കിലും അതെല്ലാം വളരെ നന്നായി തരണം ചെയ്യാൻ ആദ്യം മുതലേ ഈശോ തന്നെ മകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ ഒരു സാക്ഷ്യം ഇവിടെ ഏറ്റുപറഞ്ഞതാണ്. അപ്പോൾ ഈ മകൾക്ക് ജീവിതത്തിൽ വളരെ ഒരു പ്രതീക്ഷയും തൻ്റെ എല്ലാ ജീവിത പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് എനിക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുമെന്നുള്ള ഒരു വലിയ ദൃഢവിശ്വാസത്തിലാണ് ഈ മകൾ ഇങ്ങനെയൊരു വലിയ സ്റ്റെപ്പ് എടുക്കുന്നത്. ഡോക്ടർ സവിത ബാങ്കോക്കിലെ ഒരു തായ്ലൻഡിലുള്ള ബാങ്കോക്ക് സിറ്റിയിലെ ഒരു വലിയ സ്കൂളിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. ഈ മകൾ സമയത്ത് തീസിസിൻ്റെ സമയത്തും ഡിസ്കഷൻ്റെ സമയത്തുമെല്ലാം പഠന സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എൻ്റെ എല്ലാ സ്റ്റെപ്പിലും എൻ്റെ ഡിഫൻഡറായി അങ്ങുണ്ടാകണം, എൻ്റെ എല്ലാ ഉത്തരങ്ങളും പരിശുദ്ധാത്മാവിലൂടെ ഈശോ തന്നെ സംസാരിക്കണം, എൻ്റെ എല്ലാ ക്രെഡിറ്റും അങ്ങേക്ക് മാത്രമായിരിക്കണം, എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമായിരിക്കണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു ഈ മകളുടെ വലിയ ആ ഒരു തീസിസ് പ്രോസസ്സ് തുടങ്ങിയതും അതുപോലെ തന്നെ ലാസ്റ്റ് പ്രോസസ്സായ ഡിഫൻസ് നടന്നതും. ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു, തൻ്റെ അയോഗ്യതയെ ആദ്യം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു.
ഞാൻ ആഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ ചോദിക്കരുത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വലിയ അവസരത്തിൽ എനിക്കങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയെ വളരെ കൃത്യമായി ഏൽപ്പിച്ച് പരിശുദ്ധ അമ്മ ഈശോയും പരിശുദ്ധ അമ്മയുമായിരുന്നു ഈ മകളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു വലിയ പ്രോസസ്സിലേക്ക്, ഒരു പ്രാക്ടീസിലേക്ക്, ഡിഫൻസിലേക്ക് ഇവർ കടന്നു വന്നത്. വളരെ ഈസിയായി മകൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഏറ്റു പറയുന്നു. അത് ഓരോ മക്കളും ഇവിടെ വന്ന് ഏതൊരു പരീക്ഷാ ഘട്ടത്തിലായാലും ഇൻ്റർവ്യൂസിലായാലും ഒരുപാട് PhDയും സിവിൽ സർവീസൊക്കെ ചെയ്തിട്ടുള്ള മക്കളുടെ എല്ലാ ഡിസ്കഷൻ ഇങ്ങനെയുള്ള പാനലുകളിലെല്ലാം അവർ ഏറ്റുപറയുന്നതാണ് പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരങ്ങളായിരുന്നു അത്. ഞാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വളരെ വിജ്ഞാനം നിറഞ്ഞ ഉത്തരങ്ങൾ എനിക്ക് പറയാനായിട്ട് സാധിച്ചുവെന്ന്. അത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവായി ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ്. നാം പോലും ചിന്തിക്കാത്തത് വളരെ പെട്ടെന്ന് നാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ്. കൃപയിൽ നിന്ന് ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് അഭിഷേകത്തിലേക്ക് കടക്കാൻ നമ്മെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മകൾക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു മാറ്റം കൂടി അതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്ന ഈ മകൾ ഇന്ന് അതിനെല്ലാം ഒരു ടേൺ എടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയവും മറ്റുള്ള മക്കളുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൃത്യമായി കൂടുവാനും അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൻ്റെ ക്രിസ്തീയ ജീവിതം വളരെയധികം മുന്നോട്ട് നടക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് ഈ മകൾ തൻ്റെ ജീവിത കാലത്തെ മാറ്റിയെടുത്തു എന്നത് വലിയൊരു സ്കോളർ ആകാനുള്ള ഒരു വലിയ അനുഗ്രഹം, അഭിഷേകം ഈ മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ ആഗ്രഹിച്ചതുപോലെ തന്നെ, മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈശോ ആഗ്രഹിച്ചു കൊടുത്ത ഒരു വലിയ ആ സ്കൂളിൽ തന്നെ 2 വർഷമായിട്ടുള്ള വളരെയധികം സീനിയേഴ്സുള്ള സ്കൂളിൽ തന്നെ ഈ മകൾക്ക് HOD ആയിട്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈശോ ഈ മകളെ ഉയർത്തി. നമുക്ക് മനസ്സിലാക്കാം ഈശോ ഏതെല്ലാം തലത്തിലുള്ള ജോലികളിലാണോ നാം ഏർപ്പെട്ടിരിക്കുന്നത് അവിടെയെല്ലാം ഈശോയ്ക്ക് അതിനൈപുണ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം കൃഷി ചെയ്യുന്നവരായാലും ഈശോ വയലിലെയും വിത്തിൻ്റെയും മരങ്ങളുടെയും എല്ലാം കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുക്കുവരായാലും മരപ്പണിക്കാരായാലും ഈശോ അതിനെല്ലാമുള്ള ഉദാഹരണങ്ങളും പാരബിൾസും ഈശോ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈശോ അല്ലാതെ ഏറ്റവും നല്ല വൈദ്യൻ എന്ന് ഈശോ ആണ് ഏറ്റവും നല്ല വൈദ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏതൊരു ഫീൽഡിലെ മെഡിക്കൽ ഫീൽഡായാലും അറിവിൻ്റെ ഫീൽഡായാലും ഈശോ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നല്ല ഡിഫെൻഡർ ഈശോ ആണെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഡോക്ടർ സവിതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ PhDക്കായി റിസർച്ചിനായി നടക്കുന്ന പഠനത്തിനായി ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സവിതയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും